അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കിഫ്ബി വിഷയത്തിൽ മുൻ എംഎൽഎ ബാബു പോളിന് മറുപടിയുമായി മാത്യു കുഴൽനാടൻ എംഎൽഎ. കിഫ്ബിയെ വലിയ വികസന നേട്ടമായി പ്രചരിപ്പിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കിഫ്ബിയെ വലിയ വികസന നേട്ടമായി പ്രചരിപ്പിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കഴിഞ്ഞ ദിവസം നടന്ന നഗര റോഡിന്റെ ഉദ്ഘാടന വേദിയിൽ മുൻ എംഎൽഎ ബാബു പോൾ നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്നലെ നടന്ന KSRTC ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ മറുപടി നൽകുകയായിരുന്നു. മുൻപ് വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ചിരുന്ന പദ്ധതി പണം വെട്ടിക്കുറച്ച് കിഫ്ബി എന്ന ഒറ്റ ബോർഡിന്റെ കീഴിലാക്കുകയായിരുന്നു സർക്കാരിന്റെ നടപടി. മുൻപ് പൊതുമരാമത്ത് വകുപ്പ് നിർവഹിച്ചിരുന്ന റോഡ് പദ്ധതികൾ പോലും ഇന്ന് കിഫ്ബിയുടെ പേരിലാണെന്നതാണ് യാഥാർത്ഥ്യമെന്നും എംഎൽഎ ചൂണ്ടിക്കാട്ടി. കിഫ്ബി വഴിയെടുത്ത മുഴുവൻ വായ്പകളും കേരളത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെട്ടതാണ് യാഥാർത്ഥ്യമെന്നും ഇതാണ് സംസ്ഥാനത്തിന്റെ കടപരിധി കടന്നുപോകാനും നിലവിലെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സംസ്ഥാനത്തിന് അധിക വായ്പ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാനും കാരണമെന്ന് എംഎൽഎ പറഞ്ഞു. KSRTC 2.25 കോടി രൂപ തന്നെങ്കിലും ആരും എടുക്കാനുണ്ടായില്ല. പ്രാദേശികമായ ഫ്ലഡ് വർക്കുകൾ ഇന്ന് ആരും എടുക്കാനില്ല. സാധാരണപ്പെട്ട കോൺട്രാക്ടർമാരുടെ വർക്കുകൾ ആരും എടുക്കാനില്ല. എന്തുകൊണ്ടാണ്? പണം കൊടുക്കാൻ കഴിയുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. എല്ലാം കിഫ്ബിയാണെന്ന് പറയും. ഞാൻ അന്നും ഇന്നും പറഞ്ഞ ഒരു കാര്യം ഒരു സംശയമില്ലാതെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിഫ്ബിയുടെ ഒറിജിനൽ കോൺസെപ്റ്റിൽ എന്ത് പറഞ്ഞോ ആ കാര്യത്തിൽ കിഫ്ബി ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ ആയിരുന്നു. കാരണം കിഫ്ബി കൊണ്ട് വിഭാവനം ചെയ്തത് എന്താണ്? കിഫ്ബി കൊണ്ട് വിഭാവനം ചെയ്തത് സർക്കാരിന്റെ സഹായമില്ലാതെ പണം കണ്ടെത്തി ഈ നാടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും കിഫ്ബിക്ക് കൈയടിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഇപ്പൊ നഗര റോഡ് വികസനത്തിന് വേണ്ടി 45 കോടി രൂപ ചെലവഴിച്ചില്ലേ? സർക്കാരിന്റെ ഖജനാവിലെ പണമാണ്, കിഫ്ബി കണ്ടെത്തിയ പണമല്ല. ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ആരെങ്കിലും പറയണ കേട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ദയവ് ഇത് സംസാരിക്കരുത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. അതായത് കിഫ്ബി കൊണ്ടുവരുന്ന പണം എന്ന് പറയുന്നത് എവറി പെന്നി, ഈച്ച് ആൻഡ് എവറി പെന്നി, എത്ര ലക്ഷം കോടി എന്ന് പറഞ്ഞാലും 10,000-കണക്കിന് കോടി എന്ന് പറഞ്ഞാലും എവറി മണി ബിലോങ്സ് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റേതല്ലാതെ ഒരു രൂപ കൊണ്ടുവരാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടില്ല. കിഫ്ബി അതിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ലാത്ത തുകയാണെന്നതായിരുന്നു കിഫ്ബിയുടെ പ്രാഥമിക ആശയം. എന്നാൽ കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളിൽ സർക്കാരിന് ഒരു രൂപ പോലും ബാധ്യതയില്ലെന്ന് തെളിയിച്ചാൽ തന്റെ മുഴുവൻ വാദവും പിൻവലിക്കാമെന്നും മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞു. കിഫ്ബിക്കെതിരെ കേസിന് പോയി ഞാനല്ല, പക്ഷെ കിഫ്ബിക്കെതിരെയുള്ള കേസ് വാദിക്കുന്നത് ഞാനാണ്. അങ്ങ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങേക്കൊന്ന് പരിശോധിക്കാൻ WPC 4604/2020 ഞാൻ MLA ആകുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വക്കാലത്ത് ഞാൻ ഇന്നും മാർഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ്. അതിൽ പറഞ്ഞ 2 കാര്യമുണ്ട്, അങ്ങേക്ക് പരിശോധിക്കാം. കിഫ്ബി ഓഡിറ്റിന് വിധേയമാകണമെന്ന് പറഞ്ഞപ്പോ ഓഡിറ്റിന് ഈ വിധേയമാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കിഫ്ബി കത്തയച്ചു. ഇത് സർക്കാർ പൈസ ആയതുകൊണ്ട്, പൊതുജനത്തിന്റെ പണമായതുകൊണ്ട് ഇത് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞ് WPC 4604/2020 പ്രകാരം ഞാൻ കോടതിയിൽ കേസ് വാദിക്കുന്നുണ്ട്, ഇനിയും വാദിക്കും. അത് കാരണം പൊതുജനത്തിന്റെ പണമാണ്. രണ്ടാമത്തെ കാര്യം മസാല ബോണ്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. അതായത് രാജ്യത്തിന് പുറത്ത് സംസ്ഥാനത്തിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമെന്നോ. പിന്നെ നിങ്ങളെല്ലാം വലിയമായി പറഞ്ഞില്ലേ, ഇന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നില്ലേ, ഞങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കമാണ്, കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല, കടമെടുക്കാൻ പറ്റുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് കടമെടുക്കാൻ പറ്റാതെ പോയത്? കിഫ്ബി കൊണ്ടുവന്ന എല്ലാ പൈസയും ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ എഴുതി ചേർക്കേണ്ടി വന്നു. ഞാൻ പറയട്ടെ, കിഫ്ബിക്ക് പണം കിട്ടിയെന്ന് പറയുന്നു, ഈ KSRTCക്ക് കിട്ടുമായിരുന്നു. എങ്ങനെയാണ്? ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്താൽ KSRTCക്ക് എന്നല്ല, ഏത് പഞ്ചായത്തിനും പൈസ കിട്ടും, എത്ര 1000 കോടിയും കിട്ടും. പക്ഷെ കിഫ്ബി കൊണ്ടുവന്ന പണം കിഫ്ബി ആയിട്ടുണ്ടാക്കിയ പണമല്ല, ഇവിടത്തെ സാധാരണക്കാരന്റെ പൈസ, ഖജനാവിലെ പൈസ. കിഫ്ബി പൈസ തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കിഫ്ബി പൈസ തിരിച്ചടയ്ക്കുന്നത് ഇന്ന് ഖജനാവിലേക്ക് വരേണ്ട ഇന്ധന സെസ് ഉണ്ട്, അല്ലെങ്കിൽ സർചാർജ് ഉണ്ട്, ഇന്ധന നികുതിയുണ്ട്. ആ ഇന്ധന നികുതിയും സർചാർജും സെസ്സും അടക്കം ഈ സർക്കാരിന്റെ ഖജനാവിൽ വരേണ്ട പൈസയാണ് കിഫ്ബിക്ക് വേണ്ടി തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു സംശയവും വേണ്ട,
കിഫ്ബി എന്ന എക്കണോമിക് മോഡൽ, ഫിനാൻഷ്യൽ മോഡൽ ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ ആയിരുന്നു എന്ന് തന്നെ ഞാൻ ആവർത്തിച്ചു പറയും. ഇതാണ് ആദ്യം പറഞ്ഞത്. എന്താണ്? സർക്കാരിന് ബാധ്യതയില്ലാതെ, സർക്കാരിന്റെ അക്കൗണ്ടിൽ വരാതെ ഞങ്ങൾ 50,000 കോടിയുടെ വികസനം നടത്തുമെന്ന് പറഞ്ഞു. കൈയടിച്ച് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാം. 1 രൂപ കൊണ്ടുവരാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ, കിഫ്ബി 1 രൂപ സർക്കാർ ഗ്യാരണ്ടി ഇല്ലാതെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ പിൻവലിക്കാം. പക്ഷെ അല്ലെങ്കിൽ ബഹുമാന്യ KB ഗണേഷ് കുമാറിന് നിങ്ങൾ 10,000 കോടി ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്തിരുന്നെങ്കിൽ ഈ മോറ്റോയുടെ സ്റ്റാൻഡ് മാത്രമല്ല ഒരുപാട് സ്റ്റാൻഡുകൾ കിഫ്ബി എന്നല്ല ഒന്നുമില്ലാതെ അദ്ദേഹം തീർത്തേനെ. ഇത് തീർത്തത് കിഫ്ബിക്കാരനാണോ? ഇത് തീർത്തത് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചു, നിങ്ങൾ PWD ബിൽഡിംഗ്സിനെ ഏൽപ്പിക്കണം, ഞാൻ ഇന്ന് പിന്നാലെ നിൽക്കാം. അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ടെൻഡർ ഇത്രാം തീയതിക്ക് അകത്ത് പൂർത്തീകരിച്ചില്ല എങ്കിൽ പ്രയാസം വരും. അദ്ദേഹം പറഞ്ഞൊരു ഡേറ്റ് 10-ാം തീയതിയാണ്. 10-ാം തീയതിക്കകത്ത് ടെൻഡർ വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞു. കിഫ്ബി വേണ്ടി വന്നില്ല. ആ ടെൻഡർ നടന്നു. ആ ടെൻഡർ എടുക്കാൻ ആളുണ്ടായി. സമയത്ത് ഞാൻ MLA എന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ പണി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചു. ശരിയാണ്, അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. കിഫ്ബി ആയിട്ടല്ല. ഈ പണി വളരെ പ്രയാസപ്പെട്ടതായിരുന്നു. സർക്കാർ ഗ്യാരണ്ടി നൽകി വായ്പ എടുക്കുന്നതാണ് കിഫ്ബിയുടെ പ്രവർത്തനമെങ്കിൽ അതിനെ വലിയ നേട്ടമായി അവതരിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ ഗ്യാരണ്ടി ലഭിച്ചാൽ പഞ്ചായത്തുകൾക്ക് പോലും വായ്പ എടുക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കിഫ്ബി പ്രവർത്തനം കേരളത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും തലയ്ക്ക് കടബാധ്യത ചുമത്തുന്ന രീതിയിലാണെന്നും MLA വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.